നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എയർ പൊല്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കിയുള്ള പൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ എന്താ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊല്യൂട്ടൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ടുള്ള പൊല്യൂഷൻ എന്തൊക്കെയാണ്, മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർ പൊല്യൂഷൻ എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ് ഇൻ വാട്ടർ, അത് വിച്ച് ഡിഗ്രേഡ് വാട്ടർ ക്വാളിറ്റി, അതിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് രണ്ട് സോഴ്സസ് ഉണ്ട്, പോയിന്റ് സോഴ്സസും നോൺ പോയിന്റ് സോഴ്സസും. ഈ പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ, അതായത് ആ ലൊക്കേഷൻ എവിടെ നിന്നാണ് നമുക്കറിയാം, ആ ലൊക്കേഷനാണ് ഈ വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നത്. ഇതിനാണ് നമ്മൾ പോയിന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫാക്ടറീസിന്റെ കേസ് പറയുകയാണെങ്കിൽ, സീവേജ് പ്ലാന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ, ഇതിന്റെയൊക്കെ കേസിൽ ഒരു പോയിന്റ് നിന്നാണ് ഈ പറയുന്ന പൊല്യൂഷൻ ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ പോയിന്റ് സോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു എൻറ്റയർ ഏരിയ ഒക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം അഗ്രികൾച്ചർ റൺ ഓഫ്, അത് അഗ്രികൾച്ചർ ലാൻഡ് വലിയൊരു വാസ്റ്റ് ഏരിയയിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇതിനാണ് നമ്മൾ നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറയും. അതുപോലെ ഗ്രേസിംഗ് ലാൻഡ്സ്, കൺസ്ട്രക്ഷൻ സൈറ്റ്, ഇതൊക്കെ വലിയൊരു ലാർജ് ഏരിയ ആണ്. ഇതിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് പൊല്യൂഷന് കാരണമായിട്ടുള്ള പൊല്യൂട്ടൻസ് ഉണ്ടാകുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ നോൺ പോയിന്റ് സോഴ്സസ് എന്ന് പറയും. നെക്സ്റ്റ് ഈസ് ഡിസോൾവ്ഡ് ഓക്സിജൻ. നമ്മൾ വാട്ടർ പൊല്യൂഷൻ പറയുന്ന സമയത്ത് നമുക്ക് വാട്ടർ പൊല്യൂഷൻ അളക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ഒരു വാട്ടർ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ എത്ര ഓക്സിജൻ ഉണ്ടോ ആ ഓക്സിജന്റെ അളവാണ് ആ വാട്ടർ എത്രത്തോളം പ്യുവർ ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണമായി മാറുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു വെള്ളത്തിൽ 8 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് അല്ലെങ്കിൽ അതിന് മേലെയാണ് ഓക്സിജന്റെ അളവെങ്കിൽ അതിന് നമ്മൾ നോർമലി പ്യുവർ വാട്ടർ എന്ന് പറയും. പ്യുവർ വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടർ നമ്മൾ പറയും. എന്നാൽ 8 മില്ലിഗ്രാമിന് താഴെയാണ് ഓക്സിജന്റെ അളവ്, ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവെങ്കിൽ അതിന് നമ്മൾ കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറയും. ഇനി ആ ഓക്സിജന്റെ അളവ് പിന്നെയും കുറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4.0 അല്ലെങ്കിൽ അതിന് താഴെയുള്ള മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്, അത്രയും ഓക്സിജൻ മാത്രമേ ഒരു ലിറ്ററിലുള്ളൂ എങ്കിൽ അതിന് നമ്മൾ ഹൈലി പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറയും. ഹൈലി പൊല്യൂട്ടഡ് വാട്ടർ. ഓക്കെ, അവിടെയാണ് നമ്മൾ ഈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നത്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വാട്ടർ അല്ലെങ്കിൽ ആ വാട്ടറിൽ കുറച്ച് ഓർഗാനിക് കണ്ടന്റ് ഉണ്ടാവും. ഈ ഓർഗാനിക് കണ്ടന്റ് നോർമലി എന്തായി മാറും? നോർമലി നമ്മളൊരു ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ പഠിക്കുന്നുണ്ടല്ലോ. ഈ വെള്ളത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ പോലുള്ള ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഈ ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യും. ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ അതിനെന്തായാലും ഓക്സിജന്റെ ആവശ്യമുണ്ട്. റെസ്പിറേഷൻ ഒക്കെ നടക്കണമല്ലോ. ഓക്സിജന്റെ ആവശ്യം കൊണ്ട് ആ ഓക്സിജൻ, വാട്ടറിലുള്ള ഓക്സിജൻ എടുത്തിട്ട് ഇതിനെ ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഈ വാട്ടറിലുള്ള ഓക്സിജൻ എന്താവും? ഡിപ്ലീറ്റഡ് ആവും. മനസ്സിലായോ? അപ്പോൾ അവിടെ വരുന്ന ഒരു ടേമാണ് ഈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ നീഡഡ് ബൈ ബാക്ടീരിയ ടു ഡീകമ്പോസ് ദ ഓർഗാനിക് വേസ്റ്റ് പ്രസന്റ് ഇൻ വാട്ടർ. ഒരു വെള്ളത്തിലുള്ള ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ ഡിമാൻഡിനെയാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് ആർക്ക് വേണം? ബാക്ടീരിയക്ക് വേണം. ഡീകമ്പോസ് ചെയ്യാനുള്ള ബാക്ടീരിയകൾ യൂസ് ചെയ്യുന്ന ഓക്സിജന്റെ ഡിമാൻഡ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാട്ടർ ബോഡിയിൽ BOD കൂടുകയാണ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഹൈലി പൊല്യൂട്ടഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതായത് ഓക്സിജൻ ഡിമാൻഡ് അത്രയും അധികം ഉണ്ട്, അത്രയും ഓക്സിജൻ റിക്വയർ ആണ്, കാരണം അത്രയും പൊല്യൂട്ടഡ് ആണ് വാട്ടർ എന്നാണ് അർത്ഥം. ഓക്കെ, അതാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ ഗ്രേറ്റർ ദ BOD, ഗ്രേറ്റർ വിൽ ബി ദ പൊല്യൂഷൻ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡീകമ്പോസബിൾ മെറ്റീരിയലിന്റെ അളവാണ് ഇവിടെ ഒരു ഏകമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് മാറുന്നത്. ഡീകമ്പോസിങ് മെറ്റീരിയൽ കൂടിക്കഴിഞ്ഞാൽ അവിടെ പൊല്യൂഷൻ കൂടും. പക്ഷെ നോർമലി വെള്ളത്തിൽ ഈ ഓർഗാനിക് മാറ്റർ മാത്രമല്ല, ഡീകമ്പോസ് ചെയ്യാത്തതും ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതിന്റെ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് അവിടെ ഈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ള ടേമിന് പലപ്പോഴും ഒരു എന്താ പറയാ, അത് പലപ്പോഴും അത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടായി വരും. അവിടെയാണ് നെക്സ്റ്റ് ഒരു കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളൊരു ടേം വരുന്നത്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ പാർട്സ് പെർ മില്യൺ റിക്വയർഡ് ടു ഓക്സിഡൈസ് ഓർഗാനിക് ആൻഡ് ഓക്സിഡൈസബിൾ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ ദ വാട്ടർ സാമ്പിൾ. ആ വാട്ടർ സാമ്പിളിലുള്ള ഇൻഓർഗാനിക് ആവട്ടെ ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആവട്ടെ, അത് ഓക്സിഡൈസബിൾ ആണെങ്കിൽ അതിന് എത്രത്തോളം ഓക്സിജൻ വേണം, അത് ppm പറയുമ്പോഴാണ് നമ്മൾ അതിന് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ,
ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD ഈസ് എ സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയൻ ഫോർ മെഷറിംഗ് ഓക്സിജൻ ലെവൽസ് ഇൻ ബ്ലഡ്. അല്ല, ഒരിക്കലും. കമ്പ്യൂട്ടിംഗ് ഓക്സിജൻ ലെവൽസ് ഇൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം, പൊല്യൂഷൻ അസേ ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റം, അസസിംഗ് ഓക്സിജൻ ലെവൽസ് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ. അതുപോലെ നമുക്കറിയാം. കമ്പ്യൂട്ടിംഗ് ഓക്സിജൻ ലെവൽസ് ഇൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആണോ? പൊല്യൂഷൻ അസേ ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റം. പൊല്യൂഷൻ അസേ ആണത്, അല്ലെ? പൊല്യൂഷൻ, ഒരു അക്വാട്ടിക് സിസ്റ്റത്തിലുള്ള പൊല്യൂഷൻ അളക്കാനുള്ള ഒരു 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 നമ്മുടെ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പൊല്യൂഷൻ അസേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഡിഫറെന്റ് കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ നമുക്ക് അറിയാവുന്ന കോസസ് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് അതൊന്ന് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പോകുന്നതേ. മൈനിങ് ഒരു വാട്ടർ പൊല്യൂഷന് വലിയൊരു കാരണം. നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ടോ? ഇതൊരു കോപ്പർ മൈനിങ് അല്ലെങ്കിൽ ഇൻഡിജീനിയസ് മൈനുകളോ നമുക്ക് ധാരാളം ഉണ്ട് ഭൂമിയിൽ. അവിടെ നിന്ന് വരുന്ന ഗ്രൗണ്ട് വാട്ടർ അതൊക്കെ ഓൾറെഡി പൊല്യൂട്ടഡ് ആണ്. അപ്പോൾ മൈനിങ് വലിയൊരു വാട്ടർ പൊല്യൂഷൻ്റെ ഒരു കോസസ് ആണ്. അതുപോലെ സുവേജ് വാട്ടർ, ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ, അഗ്രികൾച്ചർ റൺ ഓഫുകൾ, പ്ലാസ്റ്റിക് ആൻഡ് ഓയിൽ സ്പില്ലുകൾ, ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ, അതുപോലെ തെർമൽ ആൻഡ് റേഡിയേഷൻ പൊല്യൂഷൻ. ഈ തെർമൽ പവർ പ്ലാന്റ് എന്നൊക്കെയുള്ള പൊല്യൂഷൻ, അതായത് പ്രത്യേകിച്ച് നമ്മൾ തെർമൽ പവർ പ്ലാന്റിൽ നമ്മൾ വാട്ടറൊക്കെ ഉപയോഗിക്കുമല്ലോ ചൂടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചൂടാക്കിയ വാട്ടർ, ഈ ചൂടായ വാട്ടർ തന്നെയാണ് പലപ്പോഴും തിരിച്ച് വേസ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നതിന് നമ്മൾ തെർമൽ പൊല്യൂഷൻ എന്ന് പറയാറുണ്ട്, തെർമൽ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോസസ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ. നമ്മുടെ ഭൂഗർഭ ജലം നല്ല രീതിയിൽ കണ്ടാമിനേറ്റഡ് ആവുന്നത്. എങ്ങനെ കണ്ടാമിനേറ്റഡ് ആവുന്നത്? മേലെ എർത്തിന്റെ സർഫസിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, അതിൽ നിന്നുണ്ടാകുന്ന പിന്നെ അതിൽ ഡിസോൾവ് ആകുന്ന വാട്ടർ പിന്നീട് സീപ്പേജ് നടന്നിട്ട് അതൊക്കെ പെർക്കുലേറ്റ് ചെയ്തിട്ട് എർത്തിന്റെ അടിയിലേക്ക് പോയിട്ട് ഗ്രൗണ്ട് വാട്ടറിൽ മിക്സ് ആകുമ്പോഴാണ് അത് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ ആവുന്നത്. അങ്ങനെ പലപ്പോഴും ഹെവി മെറ്റൽസ് വരെ ഇങ്ങനെ സീപ്പേജ് നടന്നിട്ട് ഈ പെർക്കുലേറ്റ് ചെയ്ത് പോയിട്ട് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ സീപ്പേജ് ഫ്രം ഇൻഡസ്ട്രിയൽ ആൻഡ് മുനിസിപ്പൽ വേസ്റ്റ്, effluents and agricultural runoff causes groundwater contamination. Fluorides, uranium, heavy metals and nutrients like nitrates and phosphates are common. അതിൽ കുറച്ച് അധികം കെമിക്കൽസ് ഉണ്ടാകുന്നില്ല. ആ കെമിക്കൽ ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ നൈട്രേറ്റ്, ആർസനിക് പോലുള്ള കെമിക്കൽസ്. അത് ചില സ്ഥലങ്ങളിൽ ധാരാളമായിട്ട് വരുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഈ വാട്ടർ കൺസ്യൂം ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നത്? അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ നൈട്രേറ്റ്, ഒരു സ്ഥലത്ത് നൈട്രേറ്റിന്റെ എക്സസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി വാട്ടറിൽ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ബ്ലൂ ബേബി സിൻഡ്രം അല്ലെങ്കിൽ മെത്തനോഗ്ലോബനീമിയ എന്ന് പറയും. അതായത് നൈട്രേറ്റ് ഭയങ്കരമായിട്ട് ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ബോഡിയിൽ ഉണ്ടായി മാറുന്ന സമയത്ത് ഹീമോഗ്ലോബിന്റെ ആൾട്ടറേഷൻ തന്നെ മാറിപ്പോവാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഈ മെത്തനോഗ്ലോബനീമിയ അല്ലെങ്കിൽ ഈ ഹീമോഗ്ലോബിന്റെ സിവിയർ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവുകയും ആ കുട്ടികളെ നോക്കുന്ന സമയത്ത് അതൊക്കെ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള കളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സർവേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ ബ്ലൂ ബേബി സിൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ആർസനിക് ആയിട്ടുള്ള ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ആർസനിക് എന്ന് പറയുന്നത്. അതിന്റെ എക്സസ് മൂലം ബ്ലാക്ക് ഫുഡ് ഡിസീസസ് ഉണ്ടാകുന്നുണ്ട്. ഫ്ലൂറൈഡിന്റെ പ്രശ്നങ്ങൾ കാരണം ഫ്ലൂറോസിസ് എന്നുള്ള അസുഖം ഉണ്ടാകുന്നുണ്ട്. ഈ പല്ലിനും മെല്ലിനൊക്കെയുള്ള ബലക്ഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. മെർക്കുറി കൊണ്ട് മീനമാത ഡിസീസ് ഉണ്ടാകുന്നുണ്ട്. കാഡ്മിയത്തിന്റെ പൊല്യൂഷൻ കാരണം ഇറ്റായി എന്നുള്ളൊരു ഡിസീസ് ഉണ്ടാകുന്നുണ്ട്. യുറേനിയത്തിന്റെ എഫക്റ്റ് മൂലം കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെയാണ് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നത്. റീസെന്റ് നടത്തിയ ഒരു സർവേ ആണ് ഇന്ത്യയിലുള്ള റൂറൽ സെറ്റിൽമെന്റ്സിൽ നടത്തിയിരിക്കുന്ന ഒരു സർവേയിൽ ഏകദേശം 55,000 ഇതുപോലെ ഹാബിറ്റേഷൻസിൽ നടത്തിയ പഠനത്തിൽ ഏകദേശം അയേണിന്റെ ഒരു ടോക്സിസിറ്റിയാണ് ഏകദേശം 18,000-ഓളം സെറ്റിൽമെന്റ്സിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അയൺ ടോക്സിസിറ്റി ഇന്ത്യയിൽ ഭയങ്കര കൂടുതലാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് സലൈനിറ്റി. പലതരത്തിലുള്ള സോൾട്ടിന്റെ ഒരു അതിപ്രസരം കാരണം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ പിന്നീട് ഉണ്ടാകുന്ന ആർസനിക്കിന്റെ പ്രശ്നങ്ങൾ, ഫ്ലൂറൈഡിന്റെ പ്രശ്നങ്ങൾ, ഹെവി മെറ്റൽസിന്റെ പ്രശ്നങ്ങൾ, പിന്നെ നൈട്രേറ്റിന്റെ പ്രശ്നങ്ങൾ. ഓക്കെ. അപ്പൊ അയണാണ് ഏറ്റവും ടോക്സിക് ആയിട്ട് ഇന്ത്യയിൽ കാണുന്നത്, ഫോളോഡ് ബൈ ആർസനിക് ആണ് കേട്ടോ. മെറ്റലിന്റെ അല്ലെങ്കിൽ എലമെന്റിന്റെ കേസ് പറയുമ്പോൾ സലിനിറ്റി എന്ന് പറഞ്ഞ ഒരു സോൾട്ട് ലെവലിൽ കുറെ സോൾട്ടുകളുടെ ഒരു മിക്സ്ചറാണ് സലിനിറ്റിയുടെ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഓക്കെ. ആർസനിക് പൊല്യൂഷൻ വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും കൂടുതൽ, ഫോളോഡ് ബൈ അസം. അയൺ പൊല്യൂഷൻ ആണെങ്കിൽ അസമിലാണ് കൂടുതൽ, ഫോളോഡ് ബൈ വെസ്റ്റ് ബംഗാൾ. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഫൗണ്ട് ആസ് പൊല്യൂട്ടൻസ് ഇൻ ദ ഡ്രിങ്കിങ് വാട്ടർ ഇൻ സം പാർട്ട് ഓഫ് ഇന്ത്യ? ഏതൊക്കെയാണ് ഡ്രിങ്കിങ് വാട്ടറിൽ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ളത് ഇന്ത്യയുടെ കേസിൽ? ചില സ്ഥലങ്ങളിലൊക്കെ, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട്. ഓക്കെ. ആർസനിക് ഒരു പൊല്യൂട്ടൻ്റ് ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. സോർബിറ്റോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പൊല്യൂട്ടൻ്റ് അല്ല കേട്ടോ, അത് സോർബിറ്റോൾ തെറ്റാണ്.
ഫ്ലൂറൈഡ് ഒരു വാട്ടർ പൊല്യൂട്ടന്റ് ആണ്. ഫോർമാൽഡിഹൈഡ് നമ്മൾ പ്രിസർവേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതൊരു വാട്ടർ പൊല്യൂട്ടന്റ് ആയിട്ട് പലപ്പോഴും മാറാറില്ല, അത് പലപ്പോഴും ബൈ പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ മാറാറുണ്ട്, വേറെ കെമിക്കലൊക്കെ ആയിട്ട് മാറാറുണ്ട്, ഡീഗ്രേഡ് ചെയ്യും പെട്ടെന്ന്. പിന്നെ യുറേനിയം നമ്മൾ ഓൾറെഡി പറഞ്ഞു കിഡ്നി ഫെയിലിയറിന് കാരണമാണെന്ന് പറഞ്ഞു. അതായത് 1, 3 and 5 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് അഗ്രികൾച്ചറൽ റൺ ഓഫ്. അഗ്രികൾച്ചറൽ റൺ ഓഫ് നമുക്കറിയാം ധാരാളം ഫീൽഡുകൾ ഇന്ത്യയിലും ബാക്കി രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെ അഗ്രികൾച്ചർ ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ പെസ്റ്റിസൈഡുകൾ, ഫംഗിസൈഡ്, ഹെർബിസൈഡുകൾ പോലുള്ള കുറേ കെമിക്കൽസ്, ഇതിനൊക്കെ ധാരാളം യൂസ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ എക്സസ് എന്തായിട്ട് മാറും? മഴ വരുമ്പോൾ അല്ലെങ്കിൽ ഓൾറെഡി പിന്നെ ഫീൽഡിലൊക്കെയുള്ള വാട്ടർ ഇറിഗേഷന്റെ ഭാഗമായിട്ട് ധാരാളം ഈ കെമിക്കൽസ് വാഷ് ഓഫ് ആവും. ഇങ്ങനെയാണ് നമ്മൾ അഗ്രികൾച്ചർ റൺ ഓഫ് എന്ന് പറയുന്നത്. ഇത് എവിടേക്കാ ഇവൻച്വലി പോവുക? ഇവൻച്വലി സ്ട്രീംസിലേക്ക് പോകും, സ്ട്രീംസിൽ നിന്ന് പിന്നീട് റിവേഴ്സിലേക്ക് പോകും, റിവേഴ്സിൽ നിന്ന് ഇവൻച്വലി അത് എവിടേക്ക് പോകും? കടലിലേക്ക് പോകും. ഓക്കെ, ക്ലോറിനേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, പൊട്ടാഷ്യം പോലുള്ള ഒത്തിരി കെമിക്കൽസ് ഇങ്ങനെ അഗ്രികൾച്ചർ റൺ ഓഫിന്റെ ഭാഗമായിട്ട് നമ്മുടെ പല നദികളിലും വാട്ടർ കണ്ടാമിനന്റ് ആയിട്ട് മാറുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അവിടെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ അല്ലെങ്കിൽ ആൽഗൽ ബ്ലൂം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. യൂട്രോഫിക്കേഷൻ നിങ്ങൾ ഓൾറെഡി പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ അഗ്രികൾച്ചർ റൺ ഓഫ് മൂലമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കാരണം ധാരാളം ന്യൂട്രിയൻസ് ഈ പറയുന്ന വാട്ടർ ബോഡീസിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തായിട്ട് മാറും? അവിടെ ഒരു എക്സസ് ഓഫ് നൈട്രജൻ അല്ലെങ്കിൽ ഫോസ്ഫറസിന്റെ ഒരു അതിപ്രസരാണ് ഈ പറയുന്ന വാട്ടർ ബോഡീസിലൊക്കെ ഉണ്ടാവുക. കൂടുതലായിട്ട് നൈട്രജനും ഫോസ്ഫറസും മൂലമുള്ള ന്യൂട്രിയൻസ് ഇവിടെ ഈ വാട്ടർ ബോഡീസിൽ ഉണ്ടാവും. അവിടെ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ പെസ്റ്റിസൈഡ് മൂലം ഉണ്ടാവുന്ന കെമിക്കൽസ് ഉണ്ടാവുന്ന ഹെവി മെറ്റൽസ് ഉണ്ടാവും, അതൊക്കെ അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറെ സോൾട്ടുകൾ, കുറെ ന്യൂട്രിയൻസുകൾ ഈ വാട്ടർ ബോഡിയിൽ ധാരാളമായിട്ടുണ്ടാവും. ഈ വാട്ടർ ബോഡിയിൽ ന്യൂട്രിയൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ, വാട്ടറിൽ നിന്ന് ഈ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന പ്ലാന്റുകൾ ഉണ്ടല്ലോ, അതായത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗകൾ, ഇവർ ധാരാളമായിട്ട് ഈ വാട്ടർ ബോഡിയിൽ എക്സസ് ആവുന്നുണ്ട്. ഇങ്ങനെ എക്സസ് ആവുമ്പോൾ ഇവർ ധാരാളമായിട്ട് ഓക്സിജൻ കൺസ്യൂം ചെയ്യും. ഈ വാട്ടറിലുള്ള ഓക്സിജൻ കൺസ്യൂം ചെയ്യും, അവർ റെസ്പിയർ ചെയ്യും. അതുപോലെ ധാരാളമായിട്ട് ആൽഗ ഉണ്ടാകുമ്പോൾ ഇതേപോലെ ആൽഗ ഡീകമ്പോസും ചെയ്യുമല്ലോ. ഈ ഡീകമ്പോസ് ചെയ്യുമ്പോൾ വാട്ടർ കണ്ടാമിനേറ്റഡ് ആവും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു എന്താണ് ആ എൻറ്റയർ വാട്ടർ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് സഫോക്കേറ്റ് ചെയ്യുക ചെയ്യുന്ന ഈ ആൽഗൽ ബ്ലൂം എന്ന് പറയുന്ന ഫിനോമിനൻ, ഇതിനാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. Phytoplankton thrives on the excess nutrients, restricting the penetration of sunlight. ഇത് ചില സമയത്ത് നിങ്ങൾ ഈ പടത്തിൽ, മൂന്നാമത്തെ ഈ പടത്തിൽ കണ്ടാൽ മനസ്സിലാവും, അതൊരു ലെയർ പോലെ ആയിട്ട് മാറുക ചെയ്യുന്നത്. ചില നമ്മൾ നാട്ടിൻ പുറത്തുള്ള ചില കുളങ്ങളിൽ നോക്കിയിട്ട് ധാരാളം പായൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയായിരിക്കും മേലെ. ഇത് സൺലൈറ്റിന്റെ പെനിട്രേഷൻ, വാട്ടറിലേക്കുള്ള പെനിട്രേഷൻ കൂടി ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. ഫിഷസിന്റെ ഡെത്തിന് ഇവൻച്വലി അത് കാരണമാവും, ഓക്സിജൻ ഡിപ്ലേറ്റ് ചെയ്യും. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ആണ് ഇവൻച്വലി ഒരു യൂട്രോഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ യൂട്രോഫൈഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിക്ക് പിന്നീട് ഉണ്ടാകുന്നത്. ഓക്കെ, അഫക്ട് കമേഴ്ഷ്യൽ ആൻഡ് റിക്രിയേഷണൽ ഫിഷിംഗ്, ടൂറിസം ആൻഡ് വാല്യൂഡ് ഹാബിറ്റാറ്റ്സ്. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. There is a concern of the increase in harmful algal blooms in the sea waters of India. What could be the causative factors of this phenomenon? അതായത് നമ്മൾ വാട്ടർ ബോഡിയിൽ എന്ന് പറയുമ്പോൾ കുളങ്ങൾ അല്ലെങ്കിൽ റിവേഴ്സ് നമ്മൾ പറഞ്ഞെങ്കിലും ഇത് ഇവൻച്വലി ഈ റൺ ഓഫ് ഒക്കെ എവിടേക്ക് എത്തുന്നത്? കടലിലേക്ക് എത്തുമ്പോഴും എക്സസ് ആയിട്ടുള്ള റിവർ റൺ ഓഫുകളൊക്കെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ റൺ ഓഫുകളൊക്കെ കടലിൽ യൂട്രോഫിക്കേഷൻ ഉണ്ടാക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഡിസ്ചാർജ് ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ദ എസ്റ്റുറീസ്, അത് കാരണമാണ്. കോസറ്റീവ് ഫാക്ടേഴ്സ് ആണ്. എസ്റ്റുറി എന്നുള്ള ഡിസ്ചാർജ്, നദികളിൽ നിന്നുള്ള ഡിസ്ചാർജ്. റൺ ഓഫ് ഫ്രം ദ ലാൻഡ് ഡ്യൂറിങ് ദ മൺസൂൺ, അതും ഒരു റീസൺ ആണ്. അപ്വെല്ലിംഗ് ഇൻ ദ സീസ്. അപ്വെല്ലിംഗ് ഇൻ ദ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ സീസിൽ, നമ്മുടെ കടലുകളിൽ ചില സ്ഥലങ്ങളിൽ ഈ സീ ഫ്ലോർ എന്നുള്ള ന്യൂട്രിയൻസ് മേലേക്ക് ഈ എന്താണ് വാട്ടർ കറൻസ് മൂലം മേലേക്ക് അപ്വെല്ല് ചെയ്യും. അതായത് ഇപ്പോൾ സീ സർഫസിലുള്ള, അല്ലെങ്കിൽ ഇതിപ്പോൾ സീ സർഫസ് ആണെങ്കിൽ സീ സർഫസ് ആണ്, ഇത് സീ ഫ്ലോർ ആണ്. സീ ഫ്ലോറിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. ഇവിടെ കുറെ പിന്നെ നമ്മുടെ എന്താ പറയാ കുഞ്ഞു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടാവും. സർഫസിൽ കുറെ പ്ലാങ്ക്ടൺസ് ഉണ്ടാവും. ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസം ഇവിടെ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ന്യൂട്രിയൻസ് ഈ വാട്ടർ കറൻസിന്റെ ഭാഗമായിട്ട് മേലേക്ക് പോകുന്ന ഈ പ്രതിഭാസത്തിന് നമ്മൾ അപ്വെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ന്യൂട്രിയൻസ് എന്താവും? ഈ സീ സർഫസിലേക്ക് വരും. ഈ സീ സർഫസിലുള്ളത് പിന്നെ ഈ സീ സർഫസിലുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ത് ചെയ്യും? ഈ ന്യൂട്രിയൻസ് വെച്ചിട്ട് ഇവിടെ ഫോട്ടോസിന്തസിസ് ചെയ്യും, പ്രൊഡക്ട്സ് ഉണ്ടാക്കും. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിന്
ഫിഷസ് ഈ പറയുന്ന ഫിഷസ് ഈറ്റ് ചെയ്യും. ആ ഫിഷസ് പിന്നെ ഡീഫിക്കേറ്റ് ചെയ്യുന്നത് വീണ്ടും സീ ഫ്ലോറിലേക്ക് പോകും. ഇങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ എക്സസ് ആയിട്ട് അപ്വെല്ലിംഗ് ഉണ്ടാക്കിയ മറൈൻ അപ്വെല്ലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ഇവിടെ ഒരു യൂട്രോഫൈഡ് വാട്ടർ ആണ് മേലെ ഉണ്ടാവുക. അപ്പൊ യൂട്രോഫിക്കേഷൻ അപ്വെല്ലിംഗ് ഇൻ ദ സീസും ഒരു റീസൺ ആയിട്ട് പറയാറുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ്. എല്ലാ കാരണങ്ങളും സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഈസ് മറൈൻ പൊല്യൂഷൻ. മറൈൻ പൊല്യൂഷൻ പലപ്പോഴും ന്യൂസസിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഈ ഓയിൽ വെസൽസ്, നമ്മൾ ഈ കപ്പലുകൾ, അതിൽ ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആക്സിഡൻസ് പറ്റിയിട്ട് ഈ ഓയിലുകളൊക്കെ എന്താവും, കടലിലേക്ക് സ്പില്ലാവുന്നുണ്ട്. നിങ്ങൾ ഈ ഫോട്ടോ നോക്കിയ ധാരാളം ഏരിയകൾ നിങ്ങൾക്കറിയാം ഓയില് ഫ്ലോട്ട് ചെയ്തിരിക്കും വെള്ളത്തിൽ. അപ്പൊ ഓയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് വലിയൊരു ഏരിയയിൽ മൊത്തമായിട്ട് ഓയിൽ പരക്കുക ചെയ്യുന്ന കടലിൽ. ഇത് സൺലൈറ്റിന് ബ്ലോക്ക് ചെയ്യും. ആ ഓയിലുകൾ അവിടെ വരുന്ന സമയത്ത് ഫിഷസിന് ഭയങ്കരമായിട്ടുള്ള ഡാമേജ് ഉണ്ടാവും, ടോക്സിസിറ്റി ഉണ്ടാവും. ഈ പറയുന്ന ഫിഷസ് ഇത് ടോക്സിക് ആയിട്ട് ഫിഷസ് ചത്തുപോകും. അതിനെ കഴിക്കുന്ന മറൈൻ മാമൽസിനെയും ഭയങ്കരമായിട്ടുള്ള കൊളാപ്സ് ഉണ്ടാവും. അവിടെ കുടുങ്ങിപ്പോകും. ഈ ഓയിൽസിലൊന്നും ഈ ആനിമൽസിനും നോർമലായിട്ട് നീന്താൻ പറ്റില്ല. ഡോൾഫിൻസ്, വെയിൽസ് പോലുള്ള വലിയ വലിയ മാമൽസുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ നേരിടാം. ഈ ഓയിൽ സ്പിൽസിലൊക്കെ ഒത്തിരി സ്പീഷീസ് ആണ് ചത്തുപോകുന്നത് ഓക്സിജൻ കിട്ടാണ്ട്, സഫോക്കേഷൻ ആയിട്ട്, അവിടെ നീന്താൻ പറ്റാണ്ടൊക്കെ ആയിട്ട് മാറിയിട്ട്. സോ ഓയിൽ സ്പില്ല് വലിയൊരു മറൈൻ പൊല്യൂഷന്റെ വലിയൊരു കാരണമാണ്. കട്ടിങ് ഓഫ് ഓക്സിജൻ ടു ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആൻഡ് അതർ പ്രൊഡ്യൂസേഴ്സ്. ഫിഷസ്, ഷെൽഫിഷ് ആൻഡ് പ്ലാങ്ക്ടൺ സഫോക്കേറ്റ്സ്. ബേർഡ്സ് ആൻഡ് സീ മാമൽസ് ഡൈ ഡ്യൂ ടു പോയിസണിങ്. ഓക്കെ. അതുപോലെ മറൈൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എല്ലാ പ്ലാസ്റ്റിക്കുകളും ഇവൻച്വലി എത്തുന്നതും ഓഷനിലാണ്. ഓഷന്റെ സീ ഫ്ലോർ ഒക്കെ പലപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് പ്ലാസ്റ്റിക് ആയിട്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും ഉണ്ടാവുക. അതേപോലെ ഈ പറയുന്ന ഫിഷിംഗ് നെറ്റുകൾ ഉണ്ടല്ലോ, നമ്മൾ മുക്കുവന്മാര് വലിയ നെറ്റ് കൊണ്ടായിരിക്കും പലപ്പോഴും അവർ കടലിൽ മീൻ പിടിക്കാൻ പോവാം. കുറെ നാൾ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും പലപ്പോഴും കീറ ഒക്കെ സംഭവിക്കും. ഇപ്പൊ ചില രീതിയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുന്ന നെറ്റുകളൊക്കെ കടലിൽ തന്നെ ഡിസ്കാർഡ് ചെയ്യും. ഇങ്ങനെ ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടും ഫിഷസിലേക്കും അതുപോലെ ആമയിലൊക്കെ എൻടാങ്കിൾ ചെയ്തിട്ട് വളരെ വലിയൊരു നാശനഷ്ടമാണ് മറൈൻ ഫോണയ്ക്ക് ഉണ്ടാകുന്നത്. സോ ഇഞ്ചക്ഷൻ, സഫോക്കേഷൻ എന്ന എൻടാങ്കിൾമെന്റ് ഓഫ് പ്ലാസ്റ്റിക് ബൈ മറൈൻ അനിമൽസ് അത് വലിയൊരു കൺസേൺ ആയിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടോ, ഈ ആമ എന്ന് പറയുന്നത് ഇങ്ങനെ എൻടാങ്കിൾ ആക്കി കഴിഞ്ഞാൽ ആർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ സഫോക്കേറ്റ് ചെയ്തിട്ടാണ് ചത്തുപോകുന്നത്. സഫോക്കേറ്റ് ചെയ്തിട്ട് പിന്നെ ഫുഡ് കിട്ടാണ്ട് ഒക്കെയാണ് ചത്തുപോകുന്നത് ഈ കടലിൽ നിന്ന്. അത് മനസ്സിലാക്കിയിരിക്കുക. ചില സമയത്ത് നമ്മൾ കടലിലേക്ക് പോകുമ്പോഴേ നമ്മൾ മീൻ പിടിക്കുന്ന സമയത്തും പലപ്പോഴും ആമകളൊക്കെ ഇതിൽ എൻടാങ്കിളായിട്ട് വരാറുണ്ട്. അതേപോലെ ഈ അബാൻഡൻഡ് ആയിട്ടുള്ള നെറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ആമകൾ കുരുങ്ങി പോകും. ഈ അബാൻഡൻഡ് ആയിട്ടുള്ള നെറ്റുകൾ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും കടലിന്റെ അടിയിൽ നിന്ന് ഈ നെറ്റിൽ എന്ത് ചെയ്യും, ഈ കുഞ്ഞു കുഞ്ഞു പാലുകളൊക്കെ വരും. ഓട്ടോമാറ്റിക്കായിട്ട് വരുമല്ലോ, കുറെ നാൾ വെള്ളത്തിൽ ഇരിക്കുമ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ കുഞ്ഞു കുഞ്ഞു പച്ച പാലുകൾ ഇങ്ങനെ പിടിക്കുന്നുണ്ടാവും നെറ്റില്. ഈ പാലുകൾ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ ആമകൾ പലപ്പോഴും വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇങ്ങനെ കുരുങ്ങുക ചെയ്യുന്നത്. ഓക്കെ. ഇനി മെയിനായിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ്. ഈ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെമഡിയേഷൻ പ്രോസസ്സാണ്. ബയോ റെമഡിയേഷൻ, അവിടെ ലിവിങ് ഓർഗാനിസംസിനെയാണ് നമ്മൾ ഈ റെമഡിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് നോർമൽ ഉള്ള ഡീകമ്പോസിഷൻ പ്രോസസ് തന്നെയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഈ പറയുന്ന ന്യൂട്രിയൻസ് എക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡീകമ്പോസേഴ്സ് വന്നിട്ട് ഈ ന്യൂട്രിയൻസിനെ ഒരു റെമഡി ചെയ്യും. പക്ഷെ ഒത്തിരി സമയം എടുക്കും. ഈ സമയം എടുക്കുന്നതിനെ ഒന്നും കൂടി ഓഗ്മെന്റ് ചെയ്യും നമ്മൾ. അതിനെയാണ് നമ്മൾ ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഓഗ്മെന്റ് ചെയ്യുക? കൂടുതൽ പിന്നെ ഡീകമ്പോസേഴ്സിനെ നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു റെമഡി നമുക്കുണ്ടാവും. അതിനെയാണ് നമ്മൾ ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. യൂസസ് മൈക്രോ ഓർഗാനിസംസ് ഡിഗ്രേഡ് കണ്ടാമിനൻസ് ഇൻ ടു ലെസ് ടോക്സിക് ഫോംസ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ഓൾസോ ജനറ്റിക് എഞ്ചിനീയറിംഗ് വെച്ചിട്ട് ഈ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ആനിമൽസിനൊക്കെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ബാക്ടീരിയസിനൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് സ്ട്രെയിൻസ് മാറ്റിയിട്ട് ചില സ്ട്രെയിൻ ബാക്ടീരിയകളൊക്കെ ഓയിൽ ഡൈജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിന് നമ്മൾ ജനറ്റിക് എഞ്ചിനീയർ ചെയ്തിട്ട് കുറച്ചുകൂടി ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, കുറച്ചുകൂടി പെട്ടെന്ന് ഡികമ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഓർഗാനിസം ഒക്കെ മാറ്റാറുണ്ട്. സോ ജനറ്റിക് എഞ്ചിനീയറിംഗ് അതിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫൈറ്റോ റെമഡിയേഷൻ ഫൈറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് എന്നാണ് കേട്ടോ, അർത്ഥം പ്ലാന്റ്. സോ നമ്മുടെ നാട്ടിൽ കാണുന്ന ചില പ്ലാന്റുകൾ, ഇപ്പൊ നിങ്ങൾ എരിക്ക് നിങ്ങൾക്ക് പരിചയം, എരിക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ഉണ്ട്, കലോട്രോപ്പിസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്നത് ഇതിന്റെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കലോട്രോപ്പിസ് എന്താണ്. ഈ കലോട്രോപ്പിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിങ്ക് അല്ല, ഒരു പർപ്പിൾ കളറിലുള്ള ഒരു ഫ്ലവർ ഉള്ള ഒരു ചെടിയാണ്. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ലാറ്റക്സ് വരും, ഒരു പാല് വരും.
ഇത് ഭയങ്കരമായിട്ടുള്ള മണ്ണിലുള്ള ടോക്സിക് ഒക്കെ അബ്സോർബ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. ഇങ്ങനെ പല പ്ലാന്റുകളും നമ്മുടെ നാട്ടിൽ കാണുന്ന പല പ്ലാന്റുകളും മണ്ണിലുള്ള ടോക്സിക് എലമെന്റ്സിനെ അബ്സോർബ് ചെയ്യുന്ന പ്ലാന്റുകളുണ്ട്. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന പ്ലാന്റുകളെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഈ മൈൻ സ്പിൽസ് അല്ലെങ്കിൽ അതുപോലുള്ള കണ്ടാമിനേറ്റഡ് സോയിൽസിൽ നട്ട് വളർത്തി കഴിഞ്ഞാൽ ആ സോയിൽസ് നമുക്ക് കുറെ രീതിയിലൊക്കെ റെമഡി ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ബയോഡിഗ്രേഡബിൾ കോമ്പൗണ്ട്സ് ആണ്. ഈ പറയുന്ന ബയോഡിഗ്രേഡബിൾ കോമ്പൗണ്ട്സിന് മാത്രമേ നമുക്ക് ഈ മൈക്രോ ഓർഗാനിസം വെച്ചിട്ട് റെമഡി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഡിഗ്രേഡബിൾ അല്ലാത്ത പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങളെ നമുക്ക് ബയോ റെമഡിയേഷന് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്യൂവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. സ്യൂവേജ് വാട്ടർ ഈ സസ്പെൻഡഡ് ആയിട്ടുള്ള കുറെ സോളിഡ്സ് അതിലുണ്ടല്ലോ, അത് പല പ്രോസസ്സിലേക്ക് കൂടി പോയിട്ട്, അതായത് ഈ പറയുന്ന ഫ്ലോക്കുലേഷൻ, സെഡിമെന്റേഷൻ, ഡിസിൻഫെക്ഷൻ പോലുള്ള പല പല സ്റ്റേജസിലായിട്ട് ഈ നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടോ, ഇവിടെ കുറെ ടാങ്കുകളുണ്ട്. ഈ ടാങ്കുകൾ പല പ്രോസസ്സുകളാണ് നടക്കുക. അവിടെ ആദ്യം വരുന്ന സ്യൂവേജ് വാട്ടർ ഇവിടെ ട്രീറ്റ് ചെയ്യും, പിന്നീട് നെക്സ്റ്റ് ടാങ്കിലേക്ക് പോകും, അത് കഴിഞ്ഞ് വീണ്ടും വേറെ നെക്സ്റ്റ് ടാങ്കിലേക്ക് പോകും. അവിടെയൊക്കെ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ വെച്ചിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് അവസാനം ഏറെക്കുറെ ട്രീറ്റഡ് ആയിട്ടുള്ള വാട്ടർ പിന്നെ ഡിസ്ചാർജ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്യൂവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ബയോ ടോയ്ലറ്റ്സ് നമുക്കറിയാം, നമ്മുടെ ട്രെയിൻസിലൊക്കെ ഇപ്പോൾ ബയോ ടോയ്ലറ്റ്സ് ആണുള്ളത്. അത് നമ്മുടെ ഹ്യൂമൻ വേസ്റ്റിനെ ലെസ് പിന്നെ സോളിഡ് വേസ്റ്റ് ആയിട്ട് മാറ്റുന്നതിന് പകരം അതിനെ മീത്തേനോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആക്കിയിട്ട് സിംപ്ലർ ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റുക ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സോൾവിംഗ് പൊല്യൂഷൻ പ്രോബ്ലംസ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബയോറെമഡിയേഷൻ ടെക്നിക്? ബയോറെമഡിയേഷൻ ടെക്നിക് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ ക്ലീനിങ് അപ്പ് പൊല്യൂഷൻ ബൈ എൻഹാൻസിങ് ദ സെയിം ബയോഡിഗ്രേഡേഷൻ പ്രോസസ് അറ്റ് ഒക്കേഴ്സ് ഇൻ നേച്ചർ. അത് കറക്റ്റാണ്. നാച്ചുറലുള്ള സെയിം ബയോഡിഗ്രേഡേഷൻ പ്രോസസ്സ് അതിനെ എൻഹാൻസ് ചെയ്യാണ് ബയോറെമഡിയേഷൻ ചെയ്യുന്നത്. എനി കണ്ടാമിനന്റ് വിത്ത് ഹെവി മെറ്റൽ സച്ച് എസ് കാഡ്മിയം ആൻഡ് ലെഡ് can be readily and completely treated by bioremediation using microorganisms. ഇല്ല, ഇത് കംപ്ലീറ്റ്ലി ട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ ഹെവി മെറ്റൽസ് ആണല്ലോ, ഇതിനൊരു ഡീകമ്പോസിഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡീകമ്പോസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം നമുക്ക് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസം കൊണ്ട് റെമഡി ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇത് കംപ്ലീറ്റ്ലി ട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ചില ബാക്ടീരിയാസിന് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിന്, പക്ഷെ കംപ്ലീറ്റ്ലി ട്രീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര കറക്റ്റ് അല്ല. സോ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ് കേട്ടോ. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് മൈക്രോ ഓർഗാനിസം സ്പെസിഫിക്കലി ഡിസൈൻ ഫോർ ബയോറെമഡിയേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനറ്റിക് എഞ്ചിനീയറിംഗിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഈസ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ടോപ്പിക്കാണ്. നമുക്കറിയാം പ്ലാസ്റ്റിക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇത് 1930 പ്ലാസ്റ്റിക് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഏകദേശം ഇപ്പോൾ 100 വർഷം ആവാറായി. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളൊന്നും ഡീകമ്പോസ് ചെയ്തിട്ടില്ല, പകരം നമ്മുടെ എർത്തിൽ ഇങ്ങനെ അക്യുമുലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്ലാസ്റ്റിക് ഫ്രാഗ്മെന്റ്സ് were found even in the guts of animals living more than 10 kilometers below the ocean surface എന്ന് പറയുന്നത്. അതായത് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്ന മനുഷ്യന്മാരെ മാത്രമേ പ്ലാസ്റ്റിക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഓഷനിലുള്ള 10 കിലോമീറ്റർ ഡെപ്തിലുള്ള ഓർഗാനിസംസിൽ വരെ പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും ഡേഞ്ചറസ് ആണ് ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെയാണ് അവിടെ എത്തുന്നത്? നമ്മൾ ആദ്യം പണ്ടത്തെ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുമ്പൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലാസ്റ്റിക് ഭയങ്കര ഒരു പ്രശ്നമാണ്, അത് ഭയങ്കരമായിട്ട് ജങ്ക് ആയിട്ട് സോളിഡ് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്, ആ സോളിഡ് വേസ്റ്റ് ലാൻഡ് ഫില്ലിലൊക്കെ പോയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, സീസിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഭയങ്കരമായിട്ടുള്ള എൻടാങ്കിൾമെന്റ് ഉണ്ടാക്കുന്നുണ്ട്, സഫോക്കേഷൻ ഉണ്ടാക്കുന്നൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞെങ്കിലും ഇപ്പോൾ അത് കൂടാണ്ട് ഒരു മൈക്രോ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നാനോ പ്ലാസ്റ്റിക് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷൻ മാറിയിരിക്കുക. അതായത് നമ്മൾ ഇവിടെ ഈ ഫോട്ടോയിൽ കണ്ടോ, ഈ പ്ലാസ്റ്റിക്കിന്റെ കുഞ്ഞു തരികള്, ഈ കുഞ്ഞു തരികള് അത് ടൂ സ്മോൾ ആണെങ്കിൽ അത് ഈവൻ നമ്മുടെ സെല്ലുലാർ ലെവലിലേക്ക് വരെ അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിൽ വരെ എത്തിയിട്ട് നമ്മുടെ സെല്ലിൽ വരെ അത് എംബഡഡ് ആവുന്ന പറയുന്നത്. അതാണ് ഇപ്പൊ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നത്. നമ്മുടെ വെള്ളത്തിലും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വരെ ഈ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടെന്നാണ് പറയുന്നത്. സോ എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്? ബ്രേക്ക് ഡൗൺ ഓഫ് ലാർജർ പ്ലാസ്റ്റിക് ഡെബ്രി ലെസ് ദാൻ 5 millimeter in length but greater than 1 micrometer. 1 micrometer മേലെയാണെങ്കിൽ അതിന് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയും. കാരണം മൈക്രോമീറ്റർ ആണല്ലോ. സോ മൈക്രോമീറ്റർ ലെങ്ത്തിലുള്ളതാണ് അതിന് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയും.
ആൻഡ് നാനോ പ്ലാസ്റ്റിക് ഉണ്ട്, അത് ലെസ് ദാൻ 1000 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 മൈക്രോമീറ്റർ ആണ് കേട്ടോ. മൈക്രോമീറ്ററിന് താഴെയാണെങ്കിൽ നാനോമീറ്റർ സൈസിലേക്ക് വന്നു. അതിന് നമ്മൾ നാനോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഈ മൈക്രോ പ്ലാസ്റ്റിക് ഭയങ്കര ഇഷ്യൂ ആണ്. നേരെ പറഞ്ഞ നാനോ പ്ലാസ്റ്റിക്കോ ഇറ്റ് ക്യാൻ പാസ് ത്രൂ സെല്ലുലാർ ബാരിയേഴ്സ് ആൻഡ് എൻറ്റർ ഓർഗാനിസം. ഈ ഓർഗാനിസത്തിന്റെ സെല്ലുലാർ ബാരിയേഴ്സ് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ സെല്ലുലാർ ലെവലിൽ വരെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ് നാനോ പ്ലാസ്റ്റിക്സിന് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഭയങ്കരമായിട്ട് ഇഷ്യൂ. അത് എവിടെയൊക്കെയാണ്? കോസ്മെറ്റിക്സിലൊക്കെ ഉണ്ട്, വാഷിംഗ് പൗഡേഴ്സ്, റിസർച്ച് ഡയഗ്നോ, ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ വരെ പ്ലാസ്റ്റിക്കിന്റെ പല്ലറ്റ്സുകൾ അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. ചില കോസ്മെറ്റിക്സ്, ചില വസ്തുക്കളിലൊക്കെ കളർ കൂട്ടാൻ വേണ്ടിയിട്ട് വരെ ഈ പ്ലാസ്റ്റിക്കുകൾ ആഡ് ചെയ്യുന്ന ഇവര്. അപ്പൊ ഈ അങ്ങനെ ഇപ്പൊ ലിപ്സ്റ്റിക് പോലുള്ള പിന്നെ കോസ്മെറ്റിക് വസ്തുക്കൾ, അതുപോലെ പൗഡറുകൾ, അതുപോലുള്ള ചില സാധനങ്ങൾക്ക് കൂടുതൽ ബ്രൈറ്റ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് പല്ലറ്റ്സുകളൊക്കെ ആഡ് ചെയ്യുമായിരുന്നു. ഇത് എവിടെയാണ് നേരിട്ടാൽ നമ്മുടെ ഗട്ടിലേക്ക് എത്തും, നമ്മുടെ സെല്ലിലേക്ക് എത്തും. അത് പിന്നീട് എൻവയോൺമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻവയോൺമെന്റിൽ നിന്ന് പല ഓർഗാനിസംസിലേക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ നാനോ പ്ലാസ്റ്റിക്സ് തീരെ ചെറുതാണ്. അത് മൈക്രോ ലെവലിൽ വരുമ്പോഴത്തേക്ക് അത് മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് മാറും. ഇനി കുറച്ചുകൂടി മൈക്രോ പ്ലാസ്റ്റിക്കിനേക്കാളും കുറച്ചുകൂടി വലിയ പ്ലാസ്റ്റിക്കുകൾ, പക്ഷേ പിന്നെ ഒരു മില്ലിമീറ്റർ ലെവലിലേക്കുള്ള പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ അത് നമ്മളെ മൈക്രോ ബീഡുകൾ എന്ന് പറയും. മൈക്രോ ബീഡ്സ് എന്ന് പറയും. കുറച്ചുകൂടി വലുതാണ്, മൈക്രോ പ്ലാസ്റ്റിക്കിനെക്കാളും വലുതാണ്, പക്ഷെ മില്ലിമീറ്റർ ലെവലിൽ സാധാരണ ഇതിൽ ചെറുതാണ്. ഇവിടെ ഈ കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ മൈക്രോ ബീഡുകളാണ്. എന്നാൽ അതിനേക്കാളും ചെറുതാണ് മൈക്രോ പ്ലാസ്റ്റിക്, അതിനേക്കാളും ചെറുതാണ് നാനോ പ്ലാസ്റ്റിക്. ഓക്കെ, there is some concern regarding the nanoparticles of some chemical elements that are used by the industry in the manufacture of various products. Why? They can accumulate in the environment and contaminate water and soil. Correct ആണ്. They can enter the food chain വരെത്താൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് ആണ്. കാരണം നമ്മുടെ സെല്ലുലാർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഒരു ചെറിയൊരു ആനിമലാണ്, ആനിമലിന്റെ അകത്ത് അതുണ്ടെങ്കിൽ അതിനെ കഴിക്കുന്ന ബാക്കിയുള്ള ആനിമൽസിന്റെ അകത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് എത്തും. അപ്പോൾ ഫുഡ് ചെയിൻ വഴി ധാരാളമായിട്ട് മാറും. ഓക്കെ, ദേ ക്യാൻ ട്രിഗർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഫ്രീ റാഡിക്കൽസിനെ ട്രിഗർ ചെയ്ത് ഈവൻ കാർസിനോജൻ ആകാൻ പറ്റുള്ള പൊട്ടൻഷ്യൽ ഈ പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക്കിനൊക്കെ ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. സെലക്ട് ദ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഓൾ ഓപ്ഷൻസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. വൈ ഈസ് ദർ എ ഗ്രേറ്റ് കൺസേൺ അബൌട്ട് ദ മൈക്രോബീഡ്സ് ദാറ്റ് ആർ റിലീസ്ഡ് ഇൻ ടു ദ എൻവയോൺമെന്റ്? മൈക്രോബീഡ്സിന്റെ എന്താണ് കൺസേൺ എന്നാണ് ചോദിക്കുന്നത്. മൈക്രോബീഡ്സ് നമ്മൾ പറഞ്ഞാൽ മൈക്രോ പ്ലാസ്റ്റിക്കിനേക്കാളും കുറച്ചുകൂടി വലുത്. പക്ഷെ നമ്മൾ നോർമലി എടുത്താൽ മതി, ഇത് മൈക്രോ ലെവലുള്ള ചെറിയ സ്മോളർ പ്ലാസ്റ്റിക് ഫ്രാഗ്മെന്റ്സിനാണ് മൈക്രോബീഡ്സ് എന്ന് പറയുന്നത്. ദേ ആർ കൺസിഡർഡ് ഹാർംഫുൾ ടു മറൈൻ എക്കോസിസ്റ്റം. അല്ലേ? ശരിയാണ്. They are considered to cause skin cancer in children. Skin cancer ഡയറക്ട്ലി മൈക്രോ ബീഡ്സ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധ്യത കുറവാണ്. ഡയറക്ട്ലി ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കാം. They are small enough to be absorbed by crop plants in irrigated fields. മൈക്രോ ബീഡ്സിനെ അബ്സോർബ് ചെയ്യാനൊക്കെ പാടാം. നാനോ പാർട്ടിക്കിൾസിനെ ചിലപ്പോൾ അബ്സോർബ് ചെയ്തേക്കാം, പക്ഷെ മൈക്രോ ബീഡ്സിനൊക്കെ കുറച്ചുകൂടി മില്ലിമീറ്റർ ലെവലിലുള്ളതുകൊണ്ട് അബ്സോർബ് ചെയ്യാൻ പാടാം. They are often found to be used as ഫുഡ് അഡൾട്ടറൻസിൽ ഡയറക്റ്റ് നമ്മൾ ഈ പറയുന്ന മൈക്രോബീഡ്സിനൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു ബ്ലണ്ടർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കുറച്ചുകൂടി ഏറ്റവും ബെറ്റർ ആയിട്ട് ഏതാ പറഞ്ഞു വെച്ചാൽ ദേ ആർ കൺസിഡർഡ് ഹാർംഫുൾ ടു മറൈൻ എക്കോസിസ്റ്റം. അത് കറക്റ്റ് ആണ്. അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിഷസിലൊക്കെ ധാരാളം മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ അളവുകൾ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് ഉണ്ട്. നമ്മൾ ദൈനംദിനം ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഒക്കെ ലേബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പല തരത്തിലുള്ള ലേബിൾ കാണാം. അതിന്റെ അകത്തൊരു നമ്പറും കാണാം. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ബ്രീഫ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. 1 ആണ് പെറ്റ് ബോട്ടിൽ, പോളി എത്തിലീൻ ടെറഫ്താലേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയാ കെമിക്കലാണ്. അത് ഒരു പോളിമറാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ പെറ്റ് ബോട്ടിലുകളൊക്കെ ഉണ്ടാക്കുന്നത്. വാട്ടർ ബോട്ടിൽ, ജാർ, ക്യാപ്സുകളൊക്കെ പെറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആണ്. അത് 1 ആണ് അതിന്റെ നമ്പർ പറയുന്നത്. പിന്നെ 2 ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ. അതെവിടെയൊക്കെയാണ്? ഷാംപൂ ബോട്ടിൽസ്, ഗ്രോസറി ബാഗ്സിലൊക്കെ 2 ആണുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. ഈ ട്രയാങ്കിളിനകത്ത് ഒരു നമ്പർ ഉണ്ടാവും, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. 3 ആണ് PVC, നമ്മുടെ പോളിവിനൈൽ ക്ലോറൈഡ്. നമ്മുടെ PVC പൈപ്പുകളിലൊക്കെ ഈ ഒരു ലേബിളാണ് ഉണ്ടാവുക. അതുപോലെ ലോ ഡെൻസിറ്റി പോളിയെത്തിലിൻ, ബ്രെഡ് ബാഗ്സ്, പ്ലാസ്റ്റിക് ഫിലിംസ്, ഇതിലൊക്കെ ഉള്ളത് 4 ആണ്. അതുപോലെ പോളിപ്രൊപ്പിലിൻ, നമ്മൾ ഈ യോഗട്ട് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ക്യാനുണ്ട്. ആ പ്ലാസ്റ്റിക് ക്യാൻ ഒരു പ്രത്യേക ടെക്സ്ചറാണ്.
അതുപോലെ നമ്മുടെ ഹാങ്ങറുകളിൽ അതിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ, പ്രത്യേക ഒരു ടെക്സ്ചർ, അതുണ്ടാക്കുന്നത് പോളിപ്രൊപ്പിലിൻ വെച്ചിട്ട്. അതിന് PP എന്ന് പറയുന്നത് നമ്മൾ PP, പോളിപ്രൊപ്പിലിൻ. സോ 5 ആണ് അതിന്റെ ഇൻഡിക്കേറ്റർ. അതുപോലെ പോളിസ്റ്റൈറിൻ ഉണ്ട് 6. അതുപോലെ അതർ ഡിഫറെന്റ് പ്ലാസ്റ്റിക്കുകൾ, അത് കുറച്ചുകൂടി ഹാംഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ്. ഈ നൈലോൺ നൈലോണുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, CDs ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബേബി ബോട്ടിലൊക്കെ കുറച്ചുകൂടി റിലേറ്റീവ്ലി ഈ പറയുന്ന കാറ്റഗറി ഓഫ് പ്ലാസ്റ്റിക് ഒന്നുമല്ല, പക്ഷെ കുറച്ചുകൂടി സേഫറാണ്. എന്നാലും 7 കാറ്റഗറിയിലാണ് അത് പെടുന്നത്. പക്ഷെ CDയിലൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ കുറച്ചുകൂടി ഹാംഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളായിട്ടാണ് പൊതുവെ പറയാറ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റ് നിങ്ങൾക്കറിയാം, ഇൻക്ലൂഡ് ഗാർബേജസ്, കൺസ്ട്രക്ഷൻ ഡെബ്രി, sludge from waste treatment plants and other discarded solid material. ഇതാണ് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. Sources include industrial, commercial, mining and agricultural operations and from household and public activities. ഓക്കെ, അതാണ് സോളിഡ് വേസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, ഇതൊക്കെ ഒരു സോളിഡ് വേസ്റ്റിന് എക്സാമ്പിൾ ആണ്. സിറിഞ്ചസ്, ബാഡ്ജസ്, ഗ്ലൗസ്, ഡ്രഗ്സ്, പ്ലാസ്റ്റിക്സ്, കെമിക്കൽസ്, ഇതൊക്കെ ഈ സോളിഡ് വേസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരും കേട്ടോ. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് സോളിഡ് വേസ്റ്റ്. പല തരത്തിലുള്ള ഡിസ്പോസൽ, ഇപ്പൊ നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ അത് കമ്പോസ്റ്റിംഗ് വഴിയോ വെർമി കൾച്ചർ, മണ്ണിര കമ്പോസ്റ്റിംഗ് വഴിയോ നമുക്ക് അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ഡംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൻഡിൽ, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ലാൻഡിൽ അത് കൊണ്ടുപോയിട്ട് അത് ഡംപ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അതിന് ഓപ്പൺ ഡംപ്സ് എന്ന് പറയാം. ഈ ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ, ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ അതൊരു കുഴിയാണ്. ആ കുഴിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സോളിഡ് വേസ്റ്റുകൾ നിക്ഷേപിക്കും, എന്നിട്ട് അത് മൂടും, എന്നിട്ട് അതിന്റെ മേലെ വീണ്ടും പിന്നെ എന്താ പറയാ, വീണ്ടും വേസ്റ്റ് ഇടും. അതിനെയാണ് നമ്മൾ ലാൻഡ് ഫിൽ എന്ന് പറയാം. പക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ സെൻസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് മൂടി അവസാനം ഈ കുഴി നിറഞ്ഞിട്ട് കുഴിയുടെ മേലെയും കൊണ്ടുപോയിടാൻ തുടങ്ങി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ഡംപ്സിന്റെ കാറ്റഗറിയിലാണ് ഇതൊക്കെ ഇപ്പോൾ വരുന്നത്. പക്ഷെ ശരിക്കും അതിന് ലാൻഡ് ഫില്ലിൽ നിന്ന് നമ്മൾ പറയുമെങ്കിലും ഒരു ഓപ്പൺ ഡംപ്സിന്റെ ആക്ഷൻ ആണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതാണ് ലാൻഡ് ഫില്ലും ഓപ്പൺ ഡംപ്സ് തമ്മിൽ വ്യത്യാസം. ലാൻഡ് ഫില്ല് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു കുഴിയിൽ നമ്മൾ അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ നമ്മൾ ലാൻഡ് ഫില്ല് എന്ന് പറയുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ മഴയൊക്കെ എത്തുന്ന സമയത്ത് ഈ കെമിക്കൽസ് ഒക്കെ ലീച്ച് ഔട്ട് ആയിട്ട് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷനും അതുപോലെ റൺ ഓഫ് വന്നിട്ട് പുഴയിലേക്കും പിന്നെ നമ്മുടെ കടലിലേക്കൊക്കെയാണ് ഇവൻച്വലി ഇത് പോകുന്നത്. പിന്നെ ഇൻസിനറേഷൻ പ്ലാന്റ്സ് ഉണ്ട്. ഈ പ്ലാന്റ്സിൽ ഇൻസിനറേറ്റേഴ്സ് ഉണ്ട്. ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ കത്തുന്ന ഒരു വലിയൊരു ചിമ്മിനിയാണ് നമ്മൾ ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. അവിടെ ഈ പിന്നെ എന്താണ് കത്തിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കത്തിച്ചിട്ട് അതിന്റെ ആഷാണ് പിന്നീട് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ അതിനാണ് ഇൻസിനറേഷൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ പൈറോളിസിസ് എന്നൊരു പ്രോസസ് ഉണ്ട്. പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ കമ്പഷൻ ആണ്, ഹൈ ടെമ്പറേച്ചർ കമ്പഷൻ ആണ്, പക്ഷെ അവിടെ ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടാവില്ല. അത് നമ്മൾ പൈറോളിസിസ് എന്ന് പറയും. ഈ പൈറോളിസിസിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സുകൾ നമ്മൾ വേസ്റ്റ് എനർജി പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കുറെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അതായത് ചാർക്കോൾ ഉണ്ടാകുന്നുണ്ട്, മെത്തനോൾ, അസറ്റിക് ആസിഡ്, ഫ്യൂൾ ഗ്യാസ് പോലുള്ള ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഇത് പല എൻഡ് യൂസിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ ഈ പൈറോളിസിസ് ആണ് നടത്തുന്നത്, പക്ഷെ അവിടെ ഇലക്ട്രിസിറ്റി കൂട്ടി ഉണ്ടാക്കും. അപ്പോൾ ഒരു പ്ലാസ്മ ലെവലിലുള്ള, അതായത് നമ്മൾ പ്ലാസ്മ സ്റ്റേറ്റിലുള്ള ഒരു സിറ്റുവേഷനാണ് അതിന്റെ അകത്തുണ്ടാകുന്നത്. അതിൽ നിന്ന് ഒത്തിരി ബൈ പ്രൊഡക്ട്സ്, സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് പോലുള്ള സ്ലാഗ് ക്രിയേഷൻ അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പിന്നീട് എനർജി ട്രീറ്റ്മെന്റിന് വേണ്ടി, എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ദ ടേംസ് പൈറോളിസിസ് ആൻഡ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ മെൻഷൻഡ്? Extraction of earth element, natural gas extraction technology, hydrogen fuel based automobiles, waste to energy technology. Option D ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. നിങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പൈറോളിസിസും പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ഒരു വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകളാണ്. അത് വേസ്റ്റ് ടു എനർജി ടെക്നോളജീസും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് hazardous waste. Any substances released in the environment and causes substantial damage to public health and the environment is called a hazardous substances. അതായത് ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നൊക്കെ ഹസാർഡസ് സബ്സ്റ്റൻസ് തന്നെയാണ്. ഈ പറഞ്ഞ ഹെവി മെറ്റൽസ് ഒരു ഹസാർഡസ് വേസ്റ്റ് ആണ്, ഇലക്ട്രോണിക് വേസ്റ്റ് ഒരു ഹസാർഡസ് സബ്സ്റ്റൻസ് ആണ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരു ഹസാർഡസ് സബ്സ്റ്റൻസ് ആണ്. പക്ഷെ ഈ പറയുന്ന ടോക്സിസിറ്റി, ഇഗ്നൈറ്റബിലിറ്റി, കൊറോസിവിറ്റി, റിയാക്ടിവിറ്റി, ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ വരുന്ന കെമിക്കലിനെയാണ് നമ്മൾ പൊതുവെ ഹസാർഡസ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. അതിലൊരു എക്സാമ്പിൾ ആണ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയും.
പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ POP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ അതൊരു ഓർഗാനിക് കെമിക്കലാണ്, അതൊരു ഓർഗാനിക് പൊല്യൂട്ടന്റ് ആണ്, അത് പെർസിസ്റ്റന്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ റിയാക്ഷൻ നടത്തിയിട്ട്, കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നില്ല. പകരം ഏത് ഫോമിലാണോ അത് ഉണ്ടായിട്ടുള്ളത് അതേ ഫോമിൽ തന്നെ കാലാന്തരം കുറെ കാലങ്ങളോളം അതുപോലെ തന്നെ നിൽക്കും, അത് അക്യുമുലേറ്റഡ് ആവുകയും ചെയ്യും. അതിനെ നമ്മൾ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് പെർസിസ്റ്റ് ഇൻ ദ എൻവയോൺമെന്റ് ബയോ അക്യുമുലേറ്റ് ത്രൂ ദ ഫുഡ് വെബ്. ഇത് എങ്ങനെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ DDT, നമ്മുടെ എന്താ പറയാ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ കെമിക്കൽസ് ആയിട്ടുള്ള DDT, എൻഡോസൾഫാൻ, ഈ ഹെപ്റ്റാക്ലോർ പോലെയുള്ള പെസ്റ്റിസൈഡുകൾ, ഫംജിസൈഡുകൾ, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ്, ഡയോക്സിൻ, ഇങ്ങനെ കുറച്ച് കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസ് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നോർമലി ഈ പറയുന്ന പെസ്റ്റിസൈഡിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ പെസ്റ്റിസൈഡിലൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൽ ഉണ്ടാവും. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഗട്ടിൽ ഇതെത്തും, ഇത് അബ്സോർബ് ചെയ്യും നമ്മുടെ ബോഡി ഇത് അബ്സോർബ് ചെയ്തിട്ട് ഇത് പലപ്പോഴും നമ്മുടെ സെല്ലുകളിലും സെല്ലുലാർ ഇന്റർസെല്ലുലാർ സ്പേസസിലൊക്കെ പോയിട്ട് അക്യുമുലേറ്റഡ് ആവുക ചെയ്യുന്നത്. ഇങ്ങനെ അക്യുമുലേറ്റഡ് ആവുമ്പോൾ ഇത് പിന്നീട് ഫുഡ് വെബിലും ഭയങ്കരമായിട്ട് വ്യാപിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ അഗ്രികൾച്ചർ റൺ ഓഫ് മൂലം കുറെ പെസ്റ്റിസൈഡ് എവിടെ എത്തുന്നുണ്ട്? കടലിൽ എത്തുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കടലിൽ ഇത് ഫൈറ്റോ പ്ലാങ്ക്ടൺസിൽ എത്തുകയാണെന്ന് വെച്ചോ. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിന് ആരാണ് ഫുഡ് ആക്കുന്നത്? ഫിഷസ് ആണ് ഫുഡ് ആക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 5 ഗ്രാം ഈ പറയുന്ന POP, 5 ഗ്രാം ഒരു കെമിക്കൽ ഈ പറയുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൺസിൽ എത്തുന്നു വെച്ചോ. ഈ 5 ഗ്രാം ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ ധാരാളം ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ ഈ പറയുന്ന ഫിഷസ് കഴിക്കും. അപ്പൊ ഈ പറയുന്ന ഫിഷസിലേക്ക് അത് എത്തുമ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു 20 ഗ്രാം ആയിട്ട് മാറും. കാരണം ഒത്തിരി ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ കഴിക്കണമല്ലോ. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു കുമുലേറ്റഡ് ആയിട്ടുള്ള അളവിലായിരിക്കും ഫിഷസിലൊക്കെ എത്തുക. ഫിഷസിൽ എത്തുമ്പോൾ ഒരു 20 ആയെന്ന് വെച്ചോ. ഫിഷസ് എന്ന് കുറച്ചുകൂടി ലാർജർ ഫിഷസ് എത്തുമ്പോഴത്തേക്കും കുറെ ഫിഷസിന് ഇത് കഴിക്കും. ഈ 20 എന്നുള്ളത് ചിലപ്പോൾ 80 ഗ്രാം ആയിട്ട് മാറും ലാർജർ ഫിഷിലേക്ക് വരുമ്പോൾ. ഈ ലാർജർ ഫിഷിനായിരിക്കും നമ്മൾ മനുഷ്യന്മാരെ കൺസ്യൂം ചെയ്യുന്നത്. അവിടെ നമുക്ക് ഒരു ഫിഷ് കൊണ്ട് നിൽക്കില്ല. നമ്മളൊരു 4-5 ഫിഷ് കഴിക്കുന്നു വെച്ചോ, നമ്മുടെ ഇവിടെ ഒരു 200 ഗ്രാം ആയെന്ന് വെച്ചോ. ഇങ്ങനെ ഓരോ ട്രോഫിക് ലെവലിൽ ഇത് അക്യുമുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ ട്രോഫിക് ലെവലിൽ ഇതിനെ അക്യുമുലേറ്റ് ആവുന്നതിന് നമ്മൾ ബയോ അക്യുമുലേഷൻ എന്ന് പറയും. ബയോ അക്യുമുലേഷൻ നേരെ മറിച്ച് ഒരു ഓർഗാനിസത്തിൽ നിന്ന് വേറെ ഓർഗാനിസത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി മാറുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് മാഗ്നിഫൈഡ് ആയി വരുന്നുണ്ട്. 5 ഗ്രാമിൽ 20 ആയി, 80 ആയി, നെക്സ്റ്റ് 200 ആയി. ഇങ്ങനെയുള്ള ഈ പ്രോസസ്സാണ് നമ്മൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. സോ എന്താണ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്നും അതെങ്ങനെയാണ് ഈ ബയോ അക്യുമുലേഷന് കാരണമാകുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹെവി മെറ്റൽസ്. എന്താണ് ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ? ടോക്സിക് മെറ്റൽസ് ഓർ മെറ്റാലിക് എലമെന്റ്സ് വിത്ത് എ റിലേറ്റീവ്ലി ഹൈ ഡെൻസിറ്റി കമ്പയർഡ് ടു വാട്ടർ. വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഹൈ ഡെൻസിറ്റി ഉള്ള, കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ള മെറ്റൽസ് ആയതുകൊണ്ടാണ് നമ്മൾ ഹെവി മെറ്റൽസ് എന്ന് തന്നെ പറയാം. ഇതിനും ബയോ അക്യുമുലേഷനും അതുപോലെ ബയോ മാഗ്നിഫിക്കേഷനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസിന് ഓൾറെഡി അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അത് ഓർഗാനിക് കെമിക്കൽസ് ആണ്. ഇവിടെ ഹെവി മെറ്റൽസ് ആണ്, അത് മെറ്റാലിക് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഇതിനും ബയോ അക്യുമുലേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ലെഡ്, മെർക്കുറി, കാഡ്മിയം, ആർസനിക്, ബേരിയം, ബെറിലിയം പോലുള്ള അല്ലെങ്കിൽ ടിൻ, സിങ്ക് പോലുള്ള മെറ്റൽസ്. അതിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ലെഡിന്റെ കേസ് പറയുന്നത്, ലെഡ് ഒരു കാർസിനോജൻ ആണ്, ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു കെമിക്കലാണ്. അതൊരു നെർവസ് സിസ്റ്റത്തിന് നമ്മൾ ഡാമേജ് വരെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അത് എവിടെ ഉണ്ടാകുന്നത്? ഈ വേസ്റ്റുകൾ, ഇലക്ട്രോണിക് വേസ്റ്റുകൾ, ബാറ്ററീസ്, സോൾഡർ അയൺ, നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉണ്ടല്ലോ, ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലുള്ള കുഞ്ഞായിട്ടുള്ള മെറ്റൽസ് നമ്മൾ പൊതുവെ ഈ ഓരോ കപ്പാസിറ്റർ പോലുള്ള ഇലക്ട്രോണിക് സെമി കണ്ടക്ടേഴ്സ് പോലുള്ള ഇലക്ട്രോണിക് ചെറിയ ചെറിയ ചിപ്പുകൾ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഇലക്ട്രോണിക് ബോർഡിൽ നമ്മൾ സോൾഡർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ച് വെക്കുന്നത് ഈ പറയുന്ന മെറ്റൽസിന്റെ പിന്നെ ഉരുക്ക് വെച്ചിട്ടാണ്. ഈ മെറ്റൽസിനെ ഉരുക്കിയിട്ടാണ് നമ്മൾ ഇത് ഓരോന്നിനും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സോൾഡർ അയൺ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ വേസ്റ്റുകൾ ഇത് പിന്നീട് വേസ്റ്റ് ആയിട്ട് മാറുന്ന സമയത്ത് ഈ എൻറ്റയർ ഹെവി മെറ്റൽസ് ലീച്ച് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ലെഡിന്റെ കേസ്. അതുപോലെ മെർക്കുറി ഈ പറയുന്ന പോലെ നെർവസ് സിസ്റ്റം ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മീനമാത ഡിസീസിന് കാരണമാകുന്ന മെർക്കുറി അതെവിടെ ഉണ്ടാകുന്ന ഫോസിൽ ഫ്യൂള്, മെറ്റാലിക് ഓർ മെറ്റലർജിക്കൽ പ്രോസസ്സിൽ ഉണ്ടാകുന്നത്. അതുപോലെ ഈ വേസ്റ്റുകൾ, ഇൻഡസ്ട്രീസ്, ഇതിന്നൊക്കെ ഈ ഹൈഡ്രാജിയം അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മെർക്കുറി ധാരാളമായിട്ട് റീച്ച് ഔട്ട് ആവുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് കാഡ്മിയം ഒരു കാർസിനോജനാണ്. അത് ഇറ്റായി എന്ന പേരിലുള്ള ഒരു ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്.
എടാ ആകാശേ പോലെ പോലെ പോയോ? ഒരു നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഓഫ് ചെയ്തോ. നമ്മൾ കാഡ്മിയത്തിന്റെ കേസ് പറയുമ്പോഴാണ് നമ്മൾ ഒരു ഡിസീസ് ഇറ്റായി ഡിസീസിനെ കുറിച്ച് പറയുന്നത്. അതായത് ഇറ്റായി എന്ന് പറഞ്ഞാൽ ജപ്പാനീസിലാണ് കേട്ടോ ഇറ്റായി എന്ന് പറയുന്നത്. ഇറ്റ് ഹേർട്സ് എന്നാണ് ഇത് പറയാം. ഇറ്റ് ഹേർട്സ്, അതായത് വേദനിക്കുന്നേന്നാണ് ഇതിന്റെ പേരിന്റെ അർത്ഥം. കഴിഞ്ഞാൽ ഇത് ഈ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബോഡി പെയിൻ ആയിരിക്കും. ആ ബോഡി പെയിൻ കാരണം പിന്നെ വേദനിക്കുന്നേന്നുള്ളൊരു ഭയങ്കര വേദനയാണെന്ന് പറയുന്നതാണ് ഇറ്റായി എന്ന് പറയുന്നത് കേട്ടോ. അതൊരു ജാപ്പനീസ് വേർഡാണ്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഔച്ച് എന്നാ. ഔച്ച് ഡിസീസ്. നമ്മൾ ഇംഗ്ലീഷ് ഔച്ച് എന്നല്ലേ പറയാം നമ്മൾ വേദനിക്കുമ്പോൾ. അതിനെയാണ് നമ്മൾ ഔച്ച് ഡിസീസ് എന്ന് പറയും ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്ക്. ഇത് മെയിനായിട്ട് മൈനിങ് മെറ്റലർജിക്കൽ വേസ്റ്റ് പ്രോസസ്സിലേക്ക് കൂടിയാണ് നമ്മുടെ സോയിലിലേക്കും അതുപോലെ വാട്ടർ ബോഡീസിലേക്കൊക്കെ എത്തുക. അതുപോലെയുള്ള ബാക്കിയുള്ള ഹെവി മെറ്റൽസ് ആണ് ആർസനിക്, ബേരിയം, ബെറിലിയം, ടിൻ, സിങ്ക് എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെയൊക്കെ എക്സസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും ബ്രെയിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡാമേജസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ആൻഡ് നെക്സ്റ്റ് ഈസ് വേസ്റ്റ്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, വേസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാലും സ്പെസിഫിക് ആയിട്ട് ഒന്നുകൂടി പറയാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കാർഡഡ് ആൻഡ് എൻഡ് ഓഫ് ലൈഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആണ്. waste is not hazardous if it is stocked in safe storage. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വേസ്റ്റ് നമ്മൾ ഒരു പിന്നെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ടി വി കേടായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്തു. പക്ഷെ ഡിസ്പോസ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഒരു നമ്മളല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഈ ടി വി വെച്ചു എന്ന് വെച്ചോ, അത് വീട്ടിലിരിക്കുന്നിടത്തോളം കാലം ഇതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതേപോലെ നമ്മൾ എവിടെയാണോ ഡിസ്പോസ് ചെയ്തത് അവിടെ ഒരു കളക്ടർ ഉണ്ടായിരുന്നു. ആ കളക്ടർ ഇതിന്റെ ഈ സർക്യൂട്ട് ബോർഡൊക്കെ ഒരു കണ്ടെയ്ൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതാണ് വേസ്റ്റ് ഈസ് നോട്ട് ഹസാർഡസ് ഇഫ് ഇറ്റ് ഈസ് സ്റ്റോക്ക്ഡ് ഇൻ സേഫ് സ്റ്റോറേജ്. അല്ലെങ്കിൽ പ്രോസസ്സ് സയന്റിഫിക്കലി പ്രോസസ് ചെയ്താൽ ഇതൊരു കുഴപ്പമില്ല. നേരെ മറിച്ച് അൺസയന്റിഫിക്കലി ആണ് ഇത് ഡിസ്പോസ് ചെയ്യുന്നെങ്കിൽ, അത് എവിടെ ഡിസ്പോസ് ചെയ്യുന്നു, നമ്മൾ ലാൻഡ് ഫില്ലിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അൺസയന്റിഫിക് ആയിട്ട് അത് പ്രോസസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കെമിക്കൽസ് ലീച്ച് ഔട്ട് ആവും. ഈ പറയുന്ന ലാൻഡ് ഫില്ലൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഇലക്ട്രോണിക് വേസ്റ്റ് ഡംപ് ചെയ്തെന്താവും, ഇതിന്റെ ഓട്ടോമാറ്റിക്കായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഈ കെമിക്കൽസ് ഒക്കെ പതുക്കെ ലീച്ച് ഔട്ട് ആവാൻ തുടങ്ങും. പല കെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ തുടങ്ങും. അങ്ങനെ ലീച്ച് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. അതാണ് ഈ പറയുന്ന കാഥോഡ് റേ ട്യൂബ്സ്. ഈ കാഥോഡ് റേ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ പഴയ ടി വി അല്ലെങ്കിൽ പഴയ കമ്പ്യൂട്ടറിനൊക്കെ പുറകിലുള്ള വലിയൊരു ഭാഗമില്ലേ, അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സ്ക്രീനാണുള്ളത്. ആ സ്ക്രീനിന്റെ അകത്തൊരു ട്യൂബാണുള്ളത്. ഇതിനാണ് നമ്മൾ കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്. ഈ കാഥോഡ് റേ ട്യൂബിൽ ഉണ്ടാക്കുന്ന ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കലാണ് കാഡ്മിയം, ബേരിയം, ലെഡ്, നിക്കൽ പോലുള്ള കെമിക്കൽസ് ഒക്കെ. അതുപോലെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ്, നമ്മുടെ സർക്യൂട്ട് ബോർഡുകളിൽ ഈ സർക്യൂട്ട് ബോർഡുകളൊക്കെ നമ്മുടെ ഈ പിന്നെ ഓരോ മദർ ബോർഡ് എന്നൊക്കെ പറയുന്നത്, ഈ സർക്യൂട്ട് ബോർഡുകളിലൊക്കെ ഇതിനെയാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്തുള്ള കെമിക്കൽസ് ആണ് ടിന്ന്, ലെഡ്, കാഡ്മിയം, മെർക്കുറി, ഡയോക്സിൻസ് പോലുള്ള കെമിക്കൽസ് ഒക്കെ. ഓക്കെ, അതുപോലെ ബാറ്ററി വലിയൊരു വേസ്റ്റ് ആണ്. നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്ന ബാറ്ററിക്ക് എവിടെ പോകാൻ നമുക്ക് യാതൊരു ധാരണയില്ല. അതിന്റെ അകത്തുള്ളതാണ് കാഡ്മിയം, ലെഡ്, ലിഥിയം, മെർക്കുറി, നിക്കൽ. നമ്മൾ ലിഥിയം അയൺ ബാറ്ററി ഒക്കെ കേട്ടോ, ലിഥിയം അയൺ ബാറ്ററി. ഇതിലൊക്കെ ധാരാളമായിട്ടുള്ള ഇത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പൊല്യൂട്ടൻ്റ് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഡ്യൂ ടു ഇംപ്രോപ്പർ ഓർ ഇൻഡിസ്ക്രിമിനേറ്റ് ഡിസ്പോസൽ ഓഫ് ഓൾഡ് ആൻഡ് യൂസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ഓർ their parts, which of the following are released into the environment as e-waste? ബെറിലിയം നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തേ. ബെറിലിയം വരുന്നുണ്ട്, കാഡ്മിയം വരുന്നുണ്ട്, ക്രോമിയം വരും കേട്ടോ, ക്രോമിയം വരും, ഹെപ്റ്റാക്ലോർ വരും ഇല്ലയോ എന്നുള്ളതാണ്, മെർക്കുറി വരും, ലെഡ് വരും, പ്ലൂട്ടോണിയം വരുമോ? പ്ലൂട്ടോണിയം വരും കേട്ടോ. പക്ഷേ ഹെപ്റ്റാക്ലോർ എന്ന് പറഞ്ഞാൽ അതൊരു പെസ്റ്റിസൈഡാണ്. ഹെപ്റ്റാക്ലോർ ഇസ് എ പെസ്റ്റിസൈഡ്. അത് വേസ്റ്റ് ആയിട്ട് വരുന്നതല്ല, അതൊരു സോളിഡ് വേസ്റ്റ് ആയിട്ടൊക്കെ വരുന്ന സാധനം. സോളിഡ് വേസ്റ്റ് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് ആണത്. ഹെപ്റ്റാക്ലോർ ഇവിടെ വരില്ല, അതായത് 4 ഇവിടെ എന്തായാലും വരില്ല. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. 1, 2, 3, 5 and 6. ഇൻ കേസ് ഇപ്പോൾ പ്ലൂട്ടോണിയം ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ആൻസറും അറിയാമെങ്കിൽ, ഹെപ്റ്റാക്ലോർ ഇല്ല എന്ന് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പൊല്യൂഷനെ കുറിച്ച് പഠിക്കാനുള്ള. അപ്പോൾ 2 ക്ലാസ്സസ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ടർ പൊല്യൂഷനെ കുറിച്ച് എയർ പൊല്യൂഷനെ കുറിച്ചിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള റിമൈനിങ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ,
റേഡിയേഷൻ ബന്ധപ്പെട്ടുള്ള ഈ വേസ്റ്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോയിസ് പൊല്യൂഷൻ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏകദേശം നമുക്ക് പൊല്യൂഷനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നവരേക്കും ബൈ.